എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിതാ ചെറിയൊരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ കുറച്ചധികം കുമ്പളങ്ങ പീസസിലാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച് കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ചട്ടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് പുളിക്ക് ആവശ്യമായി അവിടെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത 4 പീസ് മാങ്ങയാണ് ഇട്ട് കൊടുത്തത്. മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കറിക്ക് അരയ്ക്കുന്ന സമയത്ത് തേങ്ങയിലേക്ക് ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്പൂൺ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി തിളയ്ക്കാതെ നോക്കണം. പതഞ്ഞ് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഈ കറിക്ക് കടുക് വറുക്കുമ്പോൾ ചുവന്നുള്ളി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ആ ചുവന്നുള്ളിയുടെ മണമാണ് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കടുക് താളിക്കുന്ന സമയത്ത് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തോളൂ. താളിച്ചത് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങ കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒഴിച്ച് കറി റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാടൻ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ്. അടുത്തത് പടവലങ്ങയും ചക്കക്കുരുവും കൊണ്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ അത്യാവശ്യം കുറച്ച് പാടാണ്. അപ്പോൾ മുകളിലുള്ള പാട എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ആ ബ്രൗൺ സ്കിന്ന് നന്നായിട്ട് ഇളക്കി കളയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലരിപ്പോൾ ബ്രൗൺ സ്കിൻ ഇളക്കി കളയുന്നില്ല, അല്ലാതെ തന്നെ കറി വയ്ക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇനി ഇതേപോലെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ വലിപ്പത്തിലുള്ളതാണ്. അതിൻ്റെയും മുകൾ വശത്തുള്ള തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളയാം. ഇനി ഉൾഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ല നാടൻ പടവലങ്ങയാണ്. അപ്പോൾ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാകുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ് മുറ്റിയതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള തോരനൊക്കെ തയ്യാറാക്കാൻ എടുക്കുമ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞത് നോക്കി എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു രീതിയിൽ ഉള്ളിലുള്ള ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനെയും ചെറുതായിട്ട് കനം കുറച്ച് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. പടവലങ്ങ പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണ്. അപ്പോൾ ഏതിൻ്റെങ്കിലുമൊക്കെ കൂടെ ഇട്ട് വയ്ക്കാനാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കീറിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഈ ചക്കക്കുരുവിനും പടവലങ്ങയ്ക്കും അത്യാവശ്യം നന്നായിട്ട് വേവുള്ളതുകൊണ്ട് രണ്ടും ഒരുമിച്ചിട്ടങ്ങ് വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം പടവലങ്ങയെല്ലാം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം.
ഇങ്ങനെയൊക്കെയുള്ള നാടൻ ഐറ്റംസൊക്കെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും മൺചട്ടിയാണ് നല്ലത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇത് രണ്ടും ഒരേ വേവായതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ പടവലങ്ങയും ചക്കക്കുരും ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇനി എരിവിന് വേണ്ടി കാന്താരിയാണ് ചേർത്ത് കൊടുത്തത്. 4-5 കാന്താരി, ഒരു 3-4 വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതിന് ശേഷം വേകാൻ വെച്ചിരിക്കുന്ന പടവലങ്ങയും ചക്കക്കുരുവൊക്കെ എന്തായെന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം അത് മൂടി വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം അരപ്പും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുക. അപ്പോൾ അത് അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി തോരൻ നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി ഇട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തോരൻ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിച്ചതിൻ്റെ ഒരു മണവും കൂടി ആകുമ്പോൾ തോരന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു തോരന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ താളിച്ചൊഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നന്നായി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ പച്ചക്കറിക്കും അതിൻ്റേതായ ഗുണങ്ങൾ കാണുമല്ലോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി കഴിക്കാം. പടവലങ്ങയും ചക്കക്കുരുവും കൂടെ ഉള്ള സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ പടവലങ്ങയൊക്കെ അതിൽ കാണുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തത് കൂർക്ക കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഇതാ കൂർക്ക മെഴുക്ക് പുരട്ടാം. അപ്പോൾ ഇതാ ഇങ്ങനെ പാക്കറ്റിൽ വൃത്തിയാക്കിയ കൂർക്ക വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ വെള്ളത്തിലിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും അതിൽ നിന്ന് എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം അത് ചെറിയ രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കാണും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയും കൂടെ എടുക്കാം. അതായപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയിരുന്ന ചെറിയ ചെറിയ തൊലികളൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെഴുക്ക് പുരട്ടാനാണ്. അപ്പം തീരെ കനം കുറച്ച് തന്നെ അങ്ങ് അരിഞ്ഞെടുക്കണം. ഒട്ടും കനമില്ലാതെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ എന്താ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെഴുക്കുരട്ടിക്ക് എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിരുന്ന ചീവക്കിഴങ്ങ് ഏകദേശമൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് തന്നെ ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ ചീവക്കിഴങ്ങ് നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ കൂർക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് മെഴുക്കുരട്ടി തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ ഈ 3 നാടൻ രുചികളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.